കേരള രാഷ്ട്രീയത്തിന്റെ അച്ചടക്കത്തിന്റെ പര്യായമായി അറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനമാണ് CPM. എന്നാൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ല എന്ന ടാഗ് ലൈനുമായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നീങ്ങുന്ന പാർട്ടിക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നുള്ള പടയൊരുക്കം കടുത്ത തലവേദനയാകുന്നു. പിണറായി വിജയന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് മങ്ങലേറ്റതായും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ കർശനമായ ശൈലി മുതിർന്ന നേതാക്കളെ പോലും പ്രകോപിപ്പിക്കുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ വിമത ശബ്ദങ്ങൾ ഉയർന്നത് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലം CPMന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നാണ്. എന്നാൽ ഇത്തവണ അവിടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ 6 പതിറ്റാണ്ടിന്റെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചാണ് TK ഗോവിന്ദൻ രംഗത്തെത്തിയത്. ഇത് കണ്ണൂരിലെ വിഭാഗീയതയുടെ ആഴം വ്യക്തമാക്കുന്നു. കുടുംബവാഴ്ച ആരോപിച്ച പാർട്ടി വിട്ട TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഗോവിന്ദനിസത്തിനെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് കാണുന്നത്. തളിപ്പറമ്പിലെ പഴയകാല നേതാക്കളിൽ ഒരാളായ TK ഗോവിന്ദനെതിരെ മലപ്പട്ടത്ത് പാർട്ടി പ്രതിഷേധ റാലി നടത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും താഴെത്തട്ടിൽ അണികൾക്കിടയിൽ പുകയുന്ന അതൃപ്തി വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും കണ്ടറിയണം. ഒരു വ്യക്തിക്ക് വേണ്ടി പാർട്ടി സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന വികാരമാണ് ഇവിടെ വിമതർ ഉയർത്തുന്നത്. കണ്ണൂരിലെ മറ്റൊരു പ്രധാന കേന്ദ്രമായ പയ്യന്നൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. പാർട്ടിയിലെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ച V കുഞ്ഞികൃഷ്ണൻ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലാണ്. ഫണ്ട് തിരിമറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വം സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് കുഞ്ഞികൃഷ്ണൻ പടക്കിറങ്ങിയതോടെ കണ്ണൂരിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയായി. പാർട്ടിയിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അണികൾക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം വോട്ട് ചോർച്ചയ്ക്ക് കാരണമായേക്കാം. കഴിഞ്ഞ 2 തവണയും കേരളം ഭരിച്ച പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവത്തിന് ചുറ്റുമാണ് പാർട്ടി നീങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. മുൻ മന്ത്രി G സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്തായതും അവിടുത്തെ വിഭാഗീയത പരിഹരിക്കാൻ കഴിയാത്തതും നേതൃത്വത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ PK ശശിയും A സുരേഷും ഉയർത്തുന്ന വിമത സ്വരങ്ങൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലെ വിള്ളലുകൾ തുറന്നു കാട്ടുന്നു. പഴയ കാലത്ത് VS അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ വിമതരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തു വരുന്നതും പലരും UDF പിന്തുണയോടെ മത്സരിക്കാൻ ഒരുങ്ങുന്നതും തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് അണികൾ ഭയപ്പെടുന്നു. കുറ്റിയാടിയിലും പൊന്നാനിയിലും മുൻപുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾ തിരുത്താൻ പാർട്ടി നിർബന്ധിതമായ ചരിത്രവുമുണ്ട്. അന്ന് അണികളുടെ വികാരം മാനിച്ച സ്ഥാനാർത്ഥികളെ മാറ്റാൻ പാർട്ടി തയ്യാറായിരുന്നു. എന്നാൽ ഇത്തവണ നേതാക്കൾ തന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഗോവിന്ദനും പിണറായിക്കും വലിയ പരീക്ഷണമാണ്. കണ്ണൂരിലെ മലപ്പട്ടത്ത് TK ഗോവിന്ദനെതിരെ പ്രതിഷേധ റാലി നടത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരായ പ്രവർത്തകർ ഈ മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. കണ്ണൂരിലെ കരുത്തരായ നേതാക്കളായ P ജയരാജനും EP ജയരാജനും നിലവിൽ പുലർത്തുന്ന മൗനം പാർട്ടി നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇവരുടെ സജീവത കുറയുന്നത് അണികൾക്കിടയിൽ ആവേശം ചോരാൻ കാരണമാകും. പാർട്ടിക്കുള്ളിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായാണോ ഈ മൗനം എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുന്നു. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തി ചരിത്രം കുറിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഉൾപാർട്ടി കലാപം ആ ലക്ഷ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുതിർന്ന നേതാക്കൾ പുറത്തു പോകുന്നത് പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിശ്ചിത ശതമാനം വോട്ടുകളിൽ ഇടിവുണ്ടാക്കും. അഴിമതി ആരോപണങ്ങളും കുടുംബവാഴ്ച പരാതികളും പാർട്ടിയുടെ പൊതുവായ വിശ്വസ്തതയെ ബാധിക്കും. CPMലെ ഭിന്നത പരമാവധി മുതലാക്കാനാണ് UDFും BJPയും ശ്രമിക്കുന്നത്. പലയിടങ്ങളിലും വിമതരെ പിന്തുണയ്ക്കുന്നതിലൂടെ CPMനെ തോൽപ്പിക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു പോരാട്ടമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികൾ അതിരൂക്ഷമാകും. പിണറായി വിജയനും MV ഗോവിന്ദനും ഈ ഉൾപാർട്ടി കലാപത്തെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പാർട്ടിയുടെ ഭാവി. വിമതരെ അടിച്ചമർത്തുന്ന ശൈലിയാണോ അത് അവരെ അനുനയിപ്പിക്കുന്ന ശൈലിയാണോ ഫലപ്രദമാവുക എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കും. പടയൊരുക്കങ്ങൾക്കിടയിലും ഒന്നിച്ചങ്ങിറങ്ങാൻ CPMന് കഴിയുമോ എന്നത് കേരളം ഉറ്റുനോക്കുന്നു.